സംസ്കാരം ഞാൻ ഇന്ന് പിന്നെ എരുമേലി ധർമ്മശാസ്ത്രത്തിലെ 4ാം ഉത്സവത്തോട് പ്രമാണിച്ച് വൈകിട്ട് ഗാനമേളയാണ്. ഇവിടെ ഹാപ്പി സൗണ്ട്സ് ആൻഡ് ഇതിലെ അണിയറ പ്രവർത്തനം ജീവനക്കാർ ഇവിടെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചോര നീരാക്കി ഒരാൾ അതിന് തെങ്ങിൻ്റെ കൊണ്ട് വലിഞ്ഞു കയറിയിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഹാപ്പി സൗണ്ടിലാണ് ഒരു ഹായ് പറയൂ. ഇവർ ഇവിടെ കഠിനാധ്വാനികളാണ്. ഇവർ അധ്വാനിക്കുന്ന തൊഴിലാളി വൈകിട്ടത്തെ റേഷന് മേടിക്കാൻ വേണ്ടി അവരങ്ങനെ അധ്വാനിക്കുകയാണ് ചേട്ടാ. അധ്വാനിക്കുന്ന തൊഴിലാളികൾ ഒരു ലാൽസലാം. ചേട്ടാ അധ്വാനിക്ക് ഉഷാറായിട്ട് മടിയന്മാരൊന്നും അല്ല ഇവര് നല്ല ഉഷാറുള്ളവരാ. അലസന്മാരല്ല, ഉന്മേഷവാന്മാരാണ്. ഉത്സാഹത്തോടെ ചേട്ടാ ഹായ് പറയൂ. അധ്വാനിക്കുന്ന തൊഴിലാളി എത്ര ചേട്ടാ ഹായ് പറയൂ. ഇപ്പോൾ മഴക്കാറൊക്കെ ഇല്ല, കാലാവസ്ഥ മേഘാവൃതമാണ്. ഇപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വെള്ളമൊക്കെ വേനൽക്കാലം വെട്ടി വരേണ്ട ഇതാണ്, വലിയതോടാണ്. മണികണ്ഠ രാജകുമാരൻ്റെ അമ്പലമാണ്. പിന്നെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള 4ാം ദിവസം ഇന്ന് വൈകിട്ട് കഥകളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലെക്സൊക്കെ തൂക്കുക. ഹാപ്പി സൗണ്ട്സ് ആണ് ഇതിൻ്റെ കോൺട്രാക്ട് ചെയ്തതിൻ്റെ. കൺട്രാക്ട് എവിടെ? പിള്ളേരെ കൊണ്ട് ഉഷാറായിട്ട് പണിയിപ്പിക്ക്, സൂപ്പർവൈസ് ചെയ്യ്. അങ്ങോട്ട് വലിച്ചു മാറ്റിക്കട്ടോ. ഇവിടെ അങ്ങോട്ട് അവിടെ പിടി, അവിടുന്ന് അങ്ങോട്ട് വലിച്ചു വിട്ട്. കണ്ടോ കണ്ടോ ഇപ്പൊ കൺട്രാക്ടൊക്കെ ഉണ്ട്. കൺട്രാക്ടൊക്കെ പണിയിപ്പിക്കുകയാണ് ഇവര്. ഉഴപ്പന്മാരൊക്കെയാണെന്ന് പറയാ. വൈകിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ ആണോ? സ്പെഷ്യലായിട്ട് എന്തൊക്കെ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാന്ന് പറയുന്നോണ്ടാണ് ഇവര് അത്ര അധ്വാനിക്കുന്നത്. സാധാ പണി സൈറ്റിലൊക്കെ ഉഴപ്പാണോ പറയുന്നല്ലാതെ അവര് ഡീസൽ പണിക്കാരാണ്. വാചപടി മാത്രമേ ഉള്ളൂ. പിന്നെ അടിയെത്തിയ വീഴരുത്, ഉഷാറായിട്ട് ജോലി ചെയ്യുക, അധ്വാനിക്കുന്ന തൊഴിലാളി വർഗ്ഗമൊക്കെ. അപ്പം എല്ലാവർക്കും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കടന്നു വരാം. ഇന്ന് കഥകളിയൊക്കെ ഉണ്ട്. നമുക്കറിയാമല്ലോ കഥകളി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തനതായ ഇതാണ്. കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ പരദേശിയ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കഥകളി, ഭരതനാട്യം അല്ല കഥകളി, മോഹിനിയാട്ടമൊക്കെ കേരളത്തിൻ്റെ തനത് കലയാണ്. കേരളത്തിൻ്റെ ഒരു മുദ്രയാണ് കഥകളി എന്ന് പറയുന്നത്. കീചകവധം 1-ാം നാളെ ചേരുന്ന ആട്ടക്കഥയിൽ കീചകവധം 1-ാം ദിവസം നടേശ കൊല്ലണ്ട. ഇപ്പം പിന്നെ ഹാപ്പി സൗണ്ട്സിലെ സൂപ്പർവൈസറും അല്ല കൺട്രാക്റ്റും അണിയറ ജീവനക്കാരും സ്റ്റാഫും എല്ലാം അധ്വാനിക്കുകയാണ്. അവർ ഈ മണികണ്ഠ രാജകുമാരൻ ഉത്സവത്തോടെ അവരുടെ സന്തോഷത്തിലാണ്. ഹാപ്പിയല്ലേ? സന്തോഷമല്ലേ? മണികണ്ഠ രാജകുമാരൻ്റെ നമ്മുടെ രാജകുമാരനാണ്. കൈലാസനാഥൻ്റെ 3ാമത്തെ മകനാണ്. മലയാളിയാണ്. അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണിത്. പുണ്യഭൂമിയാണിത്. ചരിത്ര മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റെല്ലാം വേറെ എവിടെ ഉണ്ട്? ഇവിടെ ഇത് ഉസാർക്ക് നാരങ്ങ, ഉസാർക്ക് മുന്തിരിങ്ങ. അപ്പം ഉഷാറായിട്ട് ജോലി ചെയ്യൂ. സ്വാമി ശരണം അയ്യപ്പ. ഉത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവരും കഥകളി കാണാൻ വരിക.